ഇവിടെ 2 കോടി കൊടുത്താലും റിയാസിനെ ജയിക്കുള്ളൂ. 2 കോടി എന്നാലും ഇവിടെ നോക്കിയിട്ട് പല ചുവപ്പ് ഫ്രണ്ടിന്ന് മാറി കൊടുക്കാം. പൈസന്റെ നമ്പർ അല്ല, മറ്റേ നമ്പർ നോക്കാം. दादा अपना पैसा बड़ा पैसा पैसा സാമി സാമിയെ ഇവിടെ ഇവിടെ വാ, ഇങ്ങോട്ട് തിരിഞ്ഞോളി. ഒന്നാണോ നോക്കി നമ്പർ, ആ നമ്പർ അല്ലെങ്കിൽ ഈ കൈ അതിൽ ഈ കൈ ഇട്ടാ നമ്പർ കാണിച്ചു തരാം. എന്താണ് സംഭവിച്ചത്? ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജീവനും ഞാൻ പരിചയമില്ലാത്ത ഒരാളും എൻ്റെ കടയിൽ ഇതേപോലെ വന്നു. ഒരു ആക്റ്റീവ് വണ്ടിയുമല്ലായിരുന്നു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞ് കോൺഗ്രസിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നാളെ പ്രത്യേക ഏജൻ്റായിട്ട് ഇരിക്കരുത് എന്നല്ലേ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഇപ്പം നിങ്ങൾ കണ്ട ആ കാശ് ഇവിടെ 4,500 നോട്ടുണ്ട്. അത് ഇവിടെ ഇട്ടിട്ട് അവർ വണ്ടിയിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് അവരെ പുറത്ത് പോയപ്പോഴേക്കും അവർ വണ്ടിയിൽ ഇത്രയും ഉണ്ടായി. ഞാൻ പരിചയമില്ല. അവർ നിലമ്പൂരുള്ള ഒരാളാണെന്ന് അവർ പറഞ്ഞു. പക്ഷെ ആളെ അവിടെ ഉള്ളതാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കാണാം. കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. അത് എനിക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിട്ടാണ് വരുന്നത്. ഇല്ല, എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല. ശ്രീനിവാസൻ കൊടുത്ത് 2000 കാണിച്ചു കൊടുത്തു. അത് ഞാൻ കോൺഗ്രസിലുണ്ടായിരുന്നതാണ്. 2000 ഇവിടെ പഞ്ചായത്തിൽ മത്സരിച്ച ഒരാളുമാണ്. കോൺഗ്രസിൻ്റെ ഒരു ഭാരവാഹിയായിരുന്നു. ഞാൻ 7 വർഷമായി CPM ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ആവശ്യപ്പെട്ടു. എന്നിട്ടാണ് നാളെ ബൂത്ത് ഏജൻ്റായിട്ട് ഇരിക്കരുതെന്ന് പറഞ്ഞു. കാരണം ഞാൻ കോൺഗ്രസിലാകുമ്പോഴും CPM-ലാകുമ്പോഴും ബൂത്ത് ഏജൻ്റായിട്ട് ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നാളെ ബൂത്ത് ഏജൻ്റായിട്ട് ഇരിക്കരുതെന്ന് അവർ പറഞ്ഞു. അത് കൊടുക്കുന്നു. പോലീസ് പരാതി കൊടുത്തിട്ട് അവർ അന്വേഷിക്കാമെന്ന് പറഞ്ഞു.